ഓക്കെ, നമ്മൾ ഇന്ന് അടുത്തായി സംസാരിക്കാൻ പോകുന്നത് ഒരു വിഷയത്തെ കുറിച്ചല്ല. നമ്മൾ ഓരോ ദിവസം എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കുക, 5 മിനിറ്റോളം സംസാരിക്കുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മുടെ സംസാരത്തിലെ ഒരു രീതികൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഏതാണ് നമുക്ക് കുറച്ചും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ആളുകളെ സംവദിക്കുമ്പോൾ എങ്ങനെ നല്ല കമ്മ്യൂണിക്കേറ്റർ ആവാം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിഷയത്തെ കുറിച്ചല്ല, ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആർക്കും ഒരു മുഖവര പോലും ആവശ്യമില്ലാത്ത മൈ ഫ്രണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, മറ്റാരും കുറിച്ചല്ല, ഡൊണാൾഡ് ജെ ട്രംപ്. ഐക്യ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട രണ്ടാമതും പ്രസിഡന്റായ ട്രംപ് എന്ന ഓൺട്രപ്രണറിൽ നിന്ന് പൊളിറ്റീഷ്യനായി മാറിയ, വളരെ ലാഘവത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പവർഫുൾ കമ്മ്യൂണിക്കേറ്ററായ, അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല ഭരണം അമേരിക്ക സമ്മാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഒരു റൈറ്റ് ഫാസിസം എന്ന് പറയാൻ പറ്റില്ല, ഒരു റൈറ്റ് വിങ് ഐഡിയോളജി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ട്രംപിനെ പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. 1-2 വിഷയങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ട്രംപിന്റെ രീതികളോട് കുറച്ചുകൂടി ഒരു രസം തോന്നി അയാളൊരു ഫാൻ ബോയ് ആയി മാറിയ ആളാണ് ഞാൻ. അതുപോലെ ഒന്നാമത്തെ വിഷയം, ട്രംപ് കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന രീതിയാണ്. പേടിയില്ല, ഒരു തരി പേടിയില്ലാതെ കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന രീതി. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള അയാളൊരു അപ്രോച്ചാണ്. അയാള് എടുത്ത് വിളിച്ചിട്ട് അയാൾ ചോദ്യം ചോദിക്കാം, എനിക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്, വാട്ട് ക്വസ്റ്റ്യൻസ് യു ഗോണ ആസ്ക് മീ. അങ്ങനെ ഏത് ചോദ്യത്തെയും വളരെ ശക്തമായി ഏറ്റവും നല്ല രീതിയിൽ മറുപടി പറയാൻ ട്രംപിന് കഴിയുന്നുള്ളത്, അന്ന് ഇങ്ങനെ മറുപടി പറയാൻ പറ്റുന്ന ഒരു ലോക നേതാവിനെയും ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. വളരെ സ്ട്രാറ്റജിക്കായ കാര്യങ്ങളെ കാണുകയും ഏത് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങളെയും ചിലതൊക്കെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ അതിനെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു കരുത്തുണ്ട്, ഒരു വിൽ പവർ ഉണ്ട്. അത് റിയലി റിമാർക്കബിൾ ആണ്. അതിനെ പറ്റിയൊന്നും അതൊരു അൺകോൺസ്റ്റനബിൾ ഒരു സ്കില്ല് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഞാൻ ട്രംപിനെ ഇഷ്ടപ്പെടുന്നു? ട്രംപ് പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ടി, അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് കുനിഞ്ഞിറങ്ങിയ ആളല്ല. ആള് സാമ്രാജ്യം വെട്ടിപ്പിടിച്ചവനാണ്. ബാങ്ക്രപ്റ്റ് ആയിക്കണേ. റിയലി ഹീസ് എ ബിസിനസ് മാൻ. അപ്പോൾ ഒരു സംരംഭം വിജയിച്ച ഒരാൾക്ക്, ചെറിയ സംരംഭങ്ങൾ വിജയിച്ച ഒരാൾക്ക് ഒരു രാജ്യത്തെ വിജയിപ്പിക്കാൻ പറ്റും എന്ന് തോന്നലാണ്. കാരണം ഒരു ബിസിനസ്മാൻ ജീവിതത്തിൽ വിജയപരാജയങ്ങൾ ഉണ്ടാവാം. പക്ഷെ ട്രംപിന്റെ രണ്ടാം വരവ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യമായിട്ടാണ്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാൻ ട്രംപിനെ കൊണ്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ അമേരിക്കന്റെ ഉള്ളിൽ, അമേരിക്കന് പുറത്തുമുണ്ട്. കാരണം ആ ഒരു വേ ഓഫ് അപ്രോച്ചും അദ്ദേഹം കാര്യങ്ങളോട് കാണിക്കുന്ന ഒരു, പിന്നെ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അയാൾ പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് അയാൾ പറഞ്ഞൊരു കാര്യം, ഇനാഗുറേഷൻ സ്പീച്ചിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നല്ലൊരു ആർമിയെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ആർമിയെ ക്രിയേറ്റ് ചെയ്താൽ എന്ത് വേണ്ട, പിന്നെ നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ അത് ത്രസിപ്പിച്ചൊരു വാക്ക് അതാണ്. സോ ഏറ്റവും നല്ല ആർമി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ നമ്മൾ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. ഐ മീൻ അത് ആ ഒരു ഐഡിയോളജിയാണ്, ആ ഒരു വേ ഓഫ് തോട്ടാണ് ട്രംപിനെ വ്യത്യസ്തനാക്കുന്നത്. ഐ മീൻ നല്ല സൈനിക ശക്തിയിൽ ഏറ്റവും എണ്ണത്തിൽ നമ്മൾ ആളെ കൂട്ടിയിട്ട് നമ്മളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നില്ല, യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ മീൻ ട്രംപിന്റെ വേറെ പ്രത്യേകത അത് തന്നെയാണ്. അയാൾ യുദ്ധക്കൊതിയനല്ല. യുദ്ധക്കൊതിയനായ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ തോന്നില്ല. അയാൾ മുമ്പത്തെ കാലഘട്ടത്തിലാണെങ്കിൽ മാക്സിമം യുദ്ധങ്ങൾ ഒഴിവാക്കണം. ബട്ട് എവറിത്തിങ് ഷുഡ് ബി അണ്ടർ ഹിസ് കൺട്രോൾ. അത് ഇനി അങ്ങോട്ട് അമേരിക്ക പറയുന്ന പോലെ കാര്യങ്ങളാവണം എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ട് അമേരിക്ക എന്നതാണ് ചോദ്യം. ആൾക്കാർക്ക് ഇന്നും മനസ്സിലാക്കാത്തൊരു കാര്യം, എന്തുകൊണ്ട് അമേരിക്ക എന്ത് വ്യത്യസ്തമാകും? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക ഇത്ര കണ്ട ഒരു ലോക പോളിസിന്റെ റോളോ അല്ലെങ്കിൽ ഒരു ഡോമിനൻസോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു 3 കാരണങ്ങളാണ് പറയാം. ഒന്നാമത്തത്, അമേരിക്ക ഈസ് എ വേൾഡ്. അമേരിക്ക ഒരു കൺട്രി ആയിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊക്കെ ഒരു സിവിലൈസേഷൻ ഉണ്ട്, ഇന്ത്യക്ക് ഇതിന്റെ കൾച്ചറൽ റൂട്ട് ഉണ്ട്. ഇപ്പൊ ഇന്ത്യ എന്നതിന്റെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണ് ഇന്ത്യ എന്നുള്ളത്. അപ്പൊ അങ്ങനെ വളരെ
ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഹൈറാർക്കിക്കലായ ഒരു പ്രോസസ്സ് ഇന്നുണ്ട് ഇവിടുത്തെ ജനതക്കുണ്ട്. പിന്നെ ഇവിടെ വന്നുകൂടിയ ആളുകൾ, ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ആണെങ്കിലും അതൊരു തരം ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്ന ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ അമേരിക്ക എക്സ്റ്റേണലി നോട്ട് എ വേൾഡ്, ഇറ്റ്സ് നോട്ട് എ കൺട്രി, ഇറ്റ്സ് എ വേൾഡ്. ഇമിഗ്രന്റ് ബിൽഡ് ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ അവിടുത്തെ ജനസംഖ്യയുടെ വലിയ ശതമാനം യൂറോപ്യൻസ് ആണ്. അവിടുത്തെ വൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കൻസ് അല്ല. നമുക്കറിയാം, ഇപ്പൊ കൊളംബസ് ഇന്ത്യ തേടി ഇറങ്ങി ചെന്നുപെട്ടത് അമേരിക്കയിലാണ്. അങ്ങനെ അമേരിക്ക കണ്ടുപിടിക്കുന്നതും അവിടെ കണ്ട ചുവപ്പ് നിറമുള്ള മനുഷ്യരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് അത് ഇന്ത്യ ആണെന്ന് തിരിച്ചിട്ടാണ് കൊളംബസ്. അതാണ് റെഡ് ഇന്ത്യൻസിന്റെ കഥ. അങ്ങനെ റെഡ് ഇന്ത്യൻസിന്റെ അപ്പൊ ഇന്ത്യൻസ് പീപ്പിൾ ആയി മാറുകയും അവിടെ ഈ കുടിയേറിപ്പാടത്തെ വൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ ഐറിഷ് ആണെങ്കിലും ഇപ്പൊ ഈ ട്രംപൊക്കെ എന്ന് പറയുന്നത് ജർമ്മനാണ്. അയാള് പ്യൂർലി അയാളെ മുത്തച്ഛൻ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈറ്റ് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യൻസ് ഒരുപാടുണ്ട്, മലയാളീസിന്റെ ഒരുപാട്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് കുടിയേറാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ പിന്നെ ഒരു 3rd or 4th ജനറേഷനോടെ ജീവിക്കുന്ന മലയാളീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇമിഗ്രൻസ് ബിൽഡ് ചെയ്ത ഒരു രാജ്യമാണ് അമേരിക്ക. രണ്ടാമത് ഇറ്റ്സ് നെവർ ഗോൺ ത്രൂ എ കിങ് റൂൾ. ഒരു മൊണാർക്കിയുടെ കീഴിലല്ല അന്നും ഇന്നും അമേരിക്ക. അവിടെ വന്ന ഈ കോളനിക്ക് ശേഷം ഒരുപാട് ആളുകൾ വന്നതിന് ശേഷം അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അവർ ഇന്നും ഒരു രാജ്യഭരണത്തിന് കീഴിലല്ല എന്നുള്ളത് അവരെ വളരെ സ്ട്രോങ് ആക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തുകൊണ്ട് അമേരിക്ക ഇന്നും ആ ഡോമിനൻസ് കീപ്പ് ചെയ്യാൻ അമേരിക്കക്ക് പറ്റും എന്നുള്ളത്, അമേരിക്ക ഈ ഏഷ്യയിലോ യൂറോപ്പിലോ ആഫ്രിക്കയിലോ നടക്കുന്ന സ്മോൾ പൊളിറ്റിക്സിൽ അവൾ ഡയറക്ട്ലി ഇൻവോൾവ് അല്ല. ഒരു ഡിസ്റ്റൻസ്, ജിയോഗ്രഫിക്കലി ഡിഫറൻസ് പലതൊന്നും അവരെ മാറി നിൽക്കാനും പലതും അവരെ സേഫ് ആക്കി നിർത്തി ചെയ്തതെന്ന് പറയാം. ഇപ്പോൾ നമ്മളൊക്കെ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഹിമവാനാണ്, ഹിമാലയ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിലേക്ക് പല അധിനിവേശങ്ങളും നടക്കാതെ പോയത് നമ്മൾ പറയാറുണ്ട്. ദാറ്റ്സ് ട്രൂ. അതേ കണ്ടീഷനാണ് അമേരിക്കയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ. അമേരിക്കയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഈ യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുള്ള ഒരു അകലം പലപ്പോഴും അവർക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് ട്രംപിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അമേരിക്കയിലേക്ക് എത്തിയെന്ന് മാത്രം. അപ്പോൾ ട്രംപ് എന്ന ഭരണാധികാരി 2 സ്ലോഗൻസ് ആണ് അമേരിക്കൻസിന് വേണ്ടി കൊടുക്കുന്നത്. മേക്ക് അമേരിക്ക റിച്ച് അഗെയിൻ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അമേരിക്കൻസിനുള്ളിൽ ഒരു ഇതുണ്ട്, ഒരു ദേശീയത. ആ ദേശീയതയെ വീണ്ടും എൻഹാൻസ് ചെയ്യിക്കുക, അവരെ എമർജ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ ഉദ്ദേശം. ആ ദേശീയതയാണ് ഇന്ന് വീണ്ടും ട്രംപിനെ വീണ്ടും മാത്രമല്ല, പക്ഷെ ട്രംപ് പ്രസിഡന്റ് ആയപ്പോഴും അയാൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വളരെ, അയാൾ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണെങ്കിലും അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയുണ്ട്. അപ്പൊ ആ വ്യക്തതയാണ് ആളുകൾക്ക് ഇഷ്ടം. ഇപ്പോൾ LGBT നിരോധിച്ച് അങ്ങനത്തെ കുറച്ച് ക്രിസ്ത്യൻ കൺട്രി ഒരു വലതുപക്ഷത്തെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ട്രംപ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബട്ട് ഈ വിഷയത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ട്രംപ് എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേറ്ററുടെ കാലഘട്ടം തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് എന്നതിൽ സംശയമൊന്നുമില്ല.